ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഞങ്ങളുടെ ലച്ചുവക്കയുടെ കൊച്ചിൻ്റെ 28 പിന്നെ എൻ്റെ എല്ലാ വ്ളോഗിനും ഒരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ ഇത് 3ാമത്തെ വ്ളോഗാണ് ചെയ്യുന്നത്. 3 വ്ളോഗും ലച്ചുവക്കയുടെ ഓരോരോ ചടങ്ങുകളാണ്. അപ്പോൾ 28 പോകാൻ വേണ്ടിയുള്ള ഗിഫ്റ്റുമായിട്ട് ദിയാമോൾ എത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. അങ്ങനെ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ നീണ്ട 1 മണിക്കൂറായുള്ള കാത്തിരിപ്പിന് ശേഷം അവരെത്തിയിരിക്കുന്നു. വന്നപ്പോൾ ഇതാ നോക്കൂ ഗൈസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേരും ട്വിൻസിനെ പോലെ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ നടക്കുവാണ് ഓരോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ കറക്റ്റ് സമയത്ത് അതാ അവരവിടെ നിന്ന് കൊച്ചുമായിട്ട് സ്കൂളിലേക്ക് പോകുമായിരുന്നു. പിന്നെ പോകുന്ന വഴി ഞങ്ങൾക്ക് വഴിയിൽ നിന്നൊരു സാധനം കളഞ്ഞു കിട്ടി. പിന്നെ അതിനെ പെറുക്കിക്കൊണ്ടങ്ങ് പോന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷനിലെത്തിയിരിക്കുന്നു. ഇതാണ് സ്കൂള്, ഇവിടെ വെച്ചാണ് ഫംഗ്ഷൻ. പിന്നെ അകത്തേക്കങ്ങ് കയറി ചെല്ലാനുള്ളൊരു ചമ്മൽ കാരണം ഞങ്ങളിങ്ങനെ പുറത്ത് പയ്യെ കുറച്ച് നേരം ഇങ്ങനെ പളക്കൊളിച്ചൊക്കെ നിന്നു. റെയിൻബോ വെഡ്ഡിംഗ് പ്ലാനറാണ് ഡെക്കറേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ ഇതുപോലുള്ള ഡെക്കറേഷൻ വർക്ക്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാം. കുഞ്ഞുവാവയും അച്ഛനും അമ്മയും കൂടെയുള്ള ഫോട്ടോഷൂട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ തനിക്കുട്ടി. അങ്ങനെ പറയാതെ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചൊക്കെ ഇരുന്നു അവിടെ കുറച്ച് നേരം. അങ്ങനെ ചടങ്ങ് തുടങ്ങി ഗൈസ്. നമ്മുടെ നന്ദുവിൻ്റെ ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊച്ചിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു എന്താണ് പേരെന്നറിയാനായിട്ട്. പക്ഷെ ആ സാധനം ചെറിയൊരു പണി തന്നു. ആ പണി എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു. അപ്പോൾ ഗൈസ്, കുഞ്ഞിൻ്റെ പേര് തളിർ രാഹുൽ എന്നാണ്. തനിക്കുട്ടിയെന്ന് വീട്ടിൽ വിളിക്കും. പിന്നെ ഞങ്ങൾ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിരുന്നു. വാവയായിട്ടും വാവയുടെ അമ്മയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ക്യാമറമാനായ സൈമനെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നു. അവിടെയും ഫോട്ടോഷൂട്ട്. പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നേരം ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു എല്ലാവരും. അങ്ങനെ വന്ന് കയറിയ ഉടനെ തന്നെ നെക്സ്റ്റ് ട്രിപ്പിന് തന്നെ ഞങ്ങൾ കയറിയങ്ങ് ഇരുന്നേച്ച്. പിന്നെ ഫുഡ് വിളമ്പാനുള്ള ആ ഒരു ക്ഷമ പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഫുഡ് വന്നു ഗൈസ്. ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പരദൂഷണം പറയാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ കൂടിയിരുന്നു. പിന്നെ നടന്നത് ഫുള്ള് ഡാൻസും പാട്ടുമായിരുന്നു. ജസ്റ്റ് ഒരു പാട്ടിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കേൾക്കേണ്ട താമസം. ഞാൻ പിന്നെ ആദ്യമേ ഓടും. അത് കഴിഞ്ഞാൽ എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഡാൻസും പാട്ടുമായി. പിന്നെ പേരിൽ തുടങ്ങി ഞങ്ങളുടെ ഡാൻസ് അങ്ങനെ ഒരുപാട് പേരായി. എല്ലാവരും പയ്യെ ജോയിൻ ആവാൻ തുടങ്ങി.
അങ്ങനെ പാട്ടും ഡാൻസും തുള്ളലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ അതാ അവിടെ ഒരു സേവ് ദ ഡേറ്റ്. അപ്പോൾ വീട് തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് കൊച്ചിന് കിട്ടിയ ഗിഫ്റ്റും സാധനങ്ങളും എല്ലാം വാരിപ്പിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ സാധനങ്ങൾ കിട്ടി. ഇവൾക്ക് വിളക്ക് കിട്ടി, എനിക്കൊരു ബേബി സെറ്റ് കിട്ടി. വീട്ടിൽ കൊണ്ടുപോകാം. അതെ അതെ, ഇവിടെ പിന്നെ ഞങ്ങൾ ഓരോന്നെല്ലാം സംസാരിച്ച് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമായിരുന്നു. നിന്റെ കല്യാണമാണോ? അതെ, എന്റെ കല്യാണമായിരുന്നു. ചെറുക്കാൻ മാത്രം ഇല്ലെന്ന് പറഞ്ഞു. വീട്ടിലെത്തിക്കഴിഞ്ഞ് എന്താണ് പരിപാടി എന്ന് കണ്ടോ? എന്നോട് പറയാന്ന് പറഞ്ഞായിരുന്നു, പിന്നെ കണ്ടില്ല. ഒരു ലുക്ക് എന്നിട്ട് പോ. അങ്ങനെ അവിടെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു ബാക്കി പരിപാടികൾ. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ഇന്നത്തെ ഫംഗ്ഷൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഗായ്സ്, പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഇനി ഒന്ന് പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.